ശരിയാവൂലേ നോക്ക്. ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ ഞാൻ നമ്മുടെ കേശപ്പന് ചെറിയൊരു പനിക്കോളുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അടുത്ത ദിവസമായപ്പോൾ നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ മരുന്നൊക്കെ കൊടുത്തെങ്കിലും വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്ന് രണ്ടിടത്തൂടെ പോകേണ്ടതുകൊണ്ട് അങ്ങോട്ടും കൂടി പോകാമായിരുന്നു. ആ സമയത്താണ് ഇതേ മഴത്തുള്ളികൾ വീണ് തുടങ്ങിയായിരുന്നേ. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയൊക്കെ ആയിരുന്നു. പിന്നെ മഴയൊക്കെ തോർന്നപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതും. പക്ഷേ വണ്ടിയിൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും ഓരോ മഴത്തുള്ളി വീണപ്പം എൻ്റെ ഹെൽമെറ്റ് എടുത്ത് ഞാൻ അവന് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പെട്ടെന്ന് പോലോ എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയോണ്ട് അവൻ്റെ ഹെൽമെറ്റോ തൊപ്പിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഹെൽമെറ്റ് എടുത്ത് പിന്നെ കേശപ്പന് കുറച്ച് നേരം വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്തില്ല, ഒരു തുള്ളി വീണു. പനി ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഹെൽമെറ്റ് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അത് മാറിയപ്പോഴത്തേനും ഞാൻ വാങ്ങിച്ച് വെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലൊക്കെ എത്തി കേട്ടോ. അപ്പം കുറച്ച് ഒരു ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റലൊക്കെ പോയി നല്ല ടെമ്പറേച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ വലിയ സാധാരണ വരുമ്പോഴത്തെ ഒരു പനിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് അങ്ങ് മാറിയായിരുന്നു. എങ്കിലും നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണിച്ചേ. ഇപ്പോഴത്തെ പനിയും ചുമയും എന്ത് വന്നാലും നമ്മൾ വീട്ടിൽ ചികിത്സിച്ചോണ്ട് എന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ വീട്ടിലൊക്കെ എത്തിയപ്പോഴത്തേക്കിനും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചായക്ക് ഉഴുന്നുവടയല്ല, പരിപ്പുവടയും പഴംപൊരി, ഉഴുന്നുവടയുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ ചായ ഇടുന്നതിന് മുമ്പ് എല്ലാവർക്കും ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ചായ ഇട്ടാലും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം കൊണ്ടുവന്ന് ഓരോന്നിടത്ത് പറക്കി തിന്നുക നമ്മുടെ എല്ലാവരുടെയും ഓരോ സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ ചിഞ്ചു അമ്മയ്ക്കൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ 2 ദിവസത്തെ വീഡിയോ കാണും കേട്ടോ. രാത്രിയിൽ ഞാൻ വലുതായിട്ടൊന്നും എടുത്തില്ല. അപ്പോൾ അമ്മ വൈകുന്നേരത്തെ ഇടിയപ്പവും കറി എന്തുമായിരുന്നു, കറി നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ട സ്റ്റൂ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇത് തന്നെയാണ്, ഇടിയപ്പവും സ്റ്റൂ ഒക്കെയാണ് കേട്ടോ. പിന്നെ അച്ഛയും മോനും കൂടെ TV ഒക്കെ കണ്ടുകൊണ്ട് കിടക്കുവാണ്. ചെറിയൊരു പനിയുടെ ഇതൊക്കെ ആയതുകൊണ്ട് ആൾ പിന്നെ ഫുള്ളൊരു സൈലൻ്റ് ആയിട്ടൊക്കെ കിടക്കുക. പനിയൊന്ന് കുറയുമ്പോൾ ആക്റ്റീവ് ആകും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പോയി ഹോസ്പിറ്റലൊക്കെ പോയതുകൊണ്ട് തന്നെ തലയൊന്നും കുളിച്ചില്ല, ദേഹമൊക്കെ ഒന്ന് കുളിച്ചു. പിന്നെ ഇനി നമുക്ക് അടുത്ത ദിവസത്തെ രാവിലത്തെ വ്ളോഗ് കാണാം. ഗുഡ് മോർണിംഗ്. മൂടിയ കാലാവസ്ഥയാണ്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നല്ലോ ഉച്ചയ്ക്ക് ശേഷമൊക്കെ. രാവിലെ അതേ ഒരു വെയിലൊന്നുമില്ല ഒട്ടും. ഇന്നലെ രാത്രിയിൽ കുറച്ച് പാത്രങ്ങൾ ഞാൻ ഇങ്ങനെ വാഷ് ബേസിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളൊന്നും കഴുകിയിട്ടില്ലായിരുന്നു. എന്തോ ഒരു ചെറിയൊരു മടി. അപ്പം ആ പാത്രങ്ങൾ തന്നെ രാവിലെ അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവെടുത്ത് കുഴച്ച്, രാവിലെ മാവെടുത്ത് കുഴച്ച് കറിയും വെച്ചതിന് ശേഷം നോക്കിയപ്പോഴാണ് ഒരു സംഭവം കാണാനില്ല. നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സേവനാഴി കാണാനില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മൂഡ് അത്രയും പോയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാനെടുത്ത് മാവിനെ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നലെ രാത്രി അമ്മ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അതേ കേശപ്പന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേശപ്പൻ്റെ ഒരു പല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ഇങ്ങനെ ചുണ്ടിങ്ങനെ മാറ്റിയിട്ട് നോക്കിയതേ. അപ്പോൾ ഇന്നലെയാണ് അവൻ്റെ പല്ലൊക്കെ പറഞ്ഞു പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പനി വന്നതിന് ഈ പല്ല് പറയാൻ വേണ്ടിയിട്ടാണോ. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് പല്ല് പറയാൻ നേരത്ത് വരത്തില്ല, പല്ല് വരാൻ നേരത്ത് ചിലപ്പോൾ പനിയൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു പല്ല് പോയിട്ടുണ്ട്. പക്ഷേ പല്ല് പോയതൊന്നും അറിയാൻ പോലും ഇല്ല. നേരെ ഒരു ചിങ്ങിണി പല്ല്, ഒരു ഇച്ചിരി ഉണ്ടായിരുന്ന ഒരു പല്ലാണ് കേട്ടോ. അതിൻ്റെ അടുത്തിരിക്കുന്ന പല്ലും കൂടെ ആടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയാം, പല്ല് ഇല്ലാത്തത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ വായൊക്കെ മൂടി വെച്ചുകൊണ്ടിരുന്നേ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കാൻ പറ്റാതിരുന്ന ആ ഇടിയപ്പത്തിൻ്റെ മാവെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചു. അപ്പം അമ്മയുടെ അടുത്ത് ഇന്നലെ സേവനാഴി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അമ്മ ഇന്നലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞാനിനി അതെടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ അതേ ഇടിയപ്പത്തിൻ്റെ മാവായാലും ഗോതമ്പ് പൊടിയുടെ മാവായാലും ഏത് കുഴച്ചാലും ഇതുപോലെ എടുത്ത് ബോളുകളാക്കി എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കും കേശപ്പൻ. അപ്പോൾ അതിൽ നിന്ന് ആദ്യമേ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ എടുത്ത് വെച്ച് തിരുമാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനിയാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇന്നിനി ഇടിയപ്പാക്കാലോ കറി വെക്കാലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. പക്ഷേ ഇനി വീണ്ടും അടുത്തൊരു പണിയാവുമേ. വേറൊന്നുമല്ല, ഞാൻ ഈ ഫ്രിഡ്ജിനകത്തെടുത്ത് മാവ് കറക്റ്റ് പാകത്തിനാണ് കുഴച്ച് ഒരു പരുവമുണ്ടല്ലോ അതിലാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തേ, ചെറുതായിട്ട് വെള്ളം ചൂടാക്കിയിട്ട് വീണ്ടും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മാവ് അങ്ങ് കുഴയ്ക്കും. ആ കുഴയ്ക്കുന്ന സമയത്തുണ്ടല്ലോ വെള്ളം കൂടിപ്പോവും കേട്ടോ. അപ്പം വെള്ളം കൂടി പോകുമ്പോൾ ഞാൻ വീണ്ടും കുറച്ച് മാവും
കൂടെ ഇട്ടിട്ട് കുഴച്ച് വെക്കും. പക്ഷേ അങ്ങോട്ട് ശരിയാവുന്നില്ല. ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് അപ്പം തന്നെ കുഴച്ചങ്ങ് ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് തന്നെ രാവിലെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുക. അപ്പം മാവ് കൂടിപ്പോയോ ഒട്ടുന്ന പോലെ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി കേട്ടോ. അപ്പം രാവിലത്തെ എൻ്റെ മൊത്തത്തിലുള്ള കിളി പോയി നിൽക്കുവാണേ. ഇനി എന്ത് ചെയ്യണം? അപ്പം കുറച്ച് ദോശമാവ് ഇരുന്നേനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ദോശ ഉണ്ടാക്കാം എന്നും വിചാരിച്ചേ. ആ മാവിനെ ഇനി വേറെ എന്തെങ്കിലും ഇലയിൽ പരത്തി വല്ലതും വെക്കാം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ എൻ്റെ മനസ്സനുവദിച്ചില്ല, പറ്റില്ല, അങ്ങനെ വിട്ടാൽ നടക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും തുടങ്ങി. എന്നിട്ട് കുറച്ച് മാവ് എടുത്തത് സേവനാഴിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള വിചാരത്തിൽ വീണ്ടും തേങ്ങയൊക്കെ തിരുമ്മി വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കേശപ്പനും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനും ഒന്ന് കറക്കാൻ വേണ്ടി കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് കറക്കി ഉണ്ടാക്കി എടുത്തു കേട്ടോ. അങ്ങനെ ആ മാവ് കളയേണ്ടി വന്നില്ലെന്നല്ല, ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നല്ലോ. വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ പിന്നെ ഇലയപ്പം വല്ലതും ഉണ്ടാക്കുക. ആ നിന്നതിനെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി. എന്തായാലും പിന്നെ കറി നമ്മുടെ തക്കാളി കറിയായിരുന്നു കേട്ടോ. ഉള്ളിയൊക്കെ വഴറ്റി അങ്ങനെ ഇടിയപ്പം 2 തട്ടിലൊക്കെ ആക്കി വെച്ചു കേട്ടോ. പിന്നെ മീൻ വന്നപ്പോഴത്തേക്കിന് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയി. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മീൻ എന്തുമായിരുന്നു, കണ്ണൻ കൊരിയാളി എന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇനി അത് കുറച്ച് കഴിഞ്ഞ് കറിയൊക്കെ വെക്കണത്. 150 രൂപയ്ക്ക് വാങ്ങിച്ചതാണേ. നല്ല മീനായിരുന്നു. കുറച്ച് കണ്ട നല്ല വലിപ്പത്തിലൊക്കെയുള്ള മീനാണ്. കറിയും വെക്കാനും വറക്കാനും കൂടിയൊക്കെ. അങ്ങനെ നമ്മുടെ ഇടിയപ്പം 2-3 തട്ടിലുണ്ടാക്കി ഞാൻ കേട്ടോ. 2-3 അല്ല 4 തട്ടിലുണ്ടാക്കാനുണ്ടായിരുന്നു. കാര്യം വീണ്ടും മാവിട്ട് ഞാൻ കുഴച്ചാണല്ലോ. അതുകൊണ്ട് തക്കാളി കറിയൊക്കെ ആയി. പിന്നെ നേരെ പോയി തുണി അങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. മഴക്കോളാണെങ്കിലും വെള്ളം തോർന്ന് കഴിയുമ്പോഴത്തേക്കിനെ കൊണ്ടകത്തിടാമല്ലോ. അങ്ങനെ ബാക്കി തുണികളും എല്ലാം നനച്ചിട്ടു. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നല്ല മഴയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇപ്പം നല്ല മഴയാണ്. അപ്പം തുണിയൊക്കെ ഒന്ന് വെള്ളം തോർന്ന് കഴിയുമ്പോൾ എടുത്ത് കൊണ്ടിടാമല്ലോ. അങ്ങനെ കണ്ടോ, ഇരുണ്ട് മൂടി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ട് ഞാൻ കയറിപ്പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.